പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. ക്രൂശിലെ സ്നേഹം ഈ ലോകത്തിൽ ആരൊക്കെ നൽകിയ സ്നേഹത്തെക്കാളും, ഈ ലോകത്തിൽ ആരെല്ലാം തരുന്ന സ്നേഹത്തെക്കാളും ഏറ്റവും വലുതാണ് ക്രൂശിലെ സ്നേഹം. ഈ ക്രൂശിലെ സ്നേഹം എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതാണ്. ഈ ക്രൂശിലെ സ്നേഹം പാപത്തിൽ നിന്ന് വിമോചനം നൽകുന്നതാണ്. ഈ ക്രൂശിലെ സ്നേഹം ശാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നതാണ്. ഈ ക്രൂശിലെ സ്നേഹം താങ്കളെ നിത്യതയിലെത്തിക്കുന്നതാണ്. എന്താണ് നിത്യത? ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം അല്ലെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ദൂതന്മാർ അധിവസിക്കുന്ന ആ ലോകത്തിൽ, ആ പുതിയ യെരൂശലേമിൽ വസിക്കുവാൻ നിന്നെ പര്യാപ്തമാക്കുന്ന, ഉപയോഗപ്പെടുത്തുന്ന ഒരു നല്ല മാനപാത്രമായി നിന്നെ പണിതെടുക്കാൻ യേശു എന്ന രക്ഷകൻ കാൽവറിയുടെ കുലക്കളത്തിൽ അവൻ മൂന്നാണിമേൽ അവൻ തറയ്ക്കപ്പെട്ടു. അവസാനത്തുള്ളി രക്തം വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ഊറ്റി. സകല മാനവരാശിയുടെ രക്ഷയ്ക്കായി. അതെ, ക്രൂശിലെ സ്നേഹം വലിയ സ്നേഹമാണ്. അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ആർക്കും നൽകുവാൻ കഴിയാത്ത ആ സ്നേഹം, യേശുവിൻ്റെ സ്നേഹത്തെ ആർക്കും അളക്കുവാൻ കഴിയില്ല. എല്ലാ സ്നേഹങ്ങൾക്കും പരിധിയുണ്ട്, പക്ഷേ യേശുവിൻ്റെ സ്നേഹത്തിന് പരിധിയില്ല. അതെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, യേശുവിൻ്റെ സ്നേഹത്തെ നീ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണോ, അതോ ഇതുവരെ അറിഞ്ഞില്ലയോ? ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്, യേശുവേ, എൻ്റെ ഉള്ളത്തിലേക്ക് വന്ന് എൻ്റെ പ്രശ്നത്തിന് പരിഹാരവും, എൻ്റെ പാപത്തിന് പരിഹാരവും, എൻ്റെ ശാപത്തിന് പരിഹാരവും അങ്ങ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ അങ്ങയുടെ ക്രൂശിലെ സ്നേഹത്താൽ എന്നെ വീണ്ടെടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.